പ്രധാനമന്ത്രിക്ക് മുന്നിൽ തമിഴ്നാടിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ദ്രാവിഡ മോഡൽ തമിഴ്നാടിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റി. സർവകലാശാലകൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന വേദികളാകണമെന്നും എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. இந்தியாவிலேயே உயர்கல்வியில் சிறந்து விளங்கும் மாநிலம் தமிழ்நாடு. கல்வியில் சிறந்த என்ற எந்த பட்டியல் எடுத்தாலும் அதில் தமிழ்நாட்டு கல்வி நிறுவனங்கள் தான் அதிகமாக இடம்பெற்றிருக்கும். 100 ஆண்டுகளுக்கு முன்னாடி நீதி கட்சி ஆட்சி காலத்தில் கல்விக்காக போடப்பட்ட விதைதான் இன்னைக்கு வளர்ந்து கல்வியை சிறந்த மாநிலமா നാം ഉയർന്നു നിൽக்கிறோம். മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ് മൂർത്തി, എന്തായിരുന്നു ഈ ചടങ്ങ്? മോദിയെ ഇരുത്തിക്കൊണ്ട് തമിഴിൽ എന്താണ് സ്റ്റാലിൻ പറഞ്ഞത്? വേണു, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങായിരുന്നു പരിപാടി. പ്രധാനമന്ത്രിയും ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വികസനം വിദ്യാഭ്യാസ മേഖലയിൽ, സർവകലാശാല മേഖലയിലെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ബാക്കിയെല്ലാം. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ വിദ്യാഭ്യാസത്തിൽ ഊന്നി തന്നെയാണ്. അതാണ് ദ്രാവിഡ മോഡൽ. ആ ദ്രാവിഡ മോഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഗവർണറും ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഈ പറഞ്ഞ രീതിയിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർവകലാശാലകൾ സാമൂഹിക നീതി ഓരോ രാജ്യത്തെയും പ്രധാന പങ്ക്, അതായത് സർവകലാശാലകൾ ഓരോ രാജ്യത്തെയും നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യ സാമ്പത്തിക മേഖലയിൽ വലിയ തോതിലുള്ള പുരോഗതി കൈവരിക്കുന്നു. അതിൽ യുവാക്കൾക്ക്, അതായത് പഠിച്ചിറങ്ങുന്ന ഓരോ സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് ഓരോ മേഖലയിലും, അത് കാർഷിക മേഖലയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും, ഈ സാങ്കേതിക മേഖലകളിലാണെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയിലും കൃത്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും. അതുതന്നെയാണ് യുവ ഇന്ത്യ എന്ന് പറയുന്നത്. ആ യുവ ഇന്ത്യക്കായി എല്ലാ യുവാക്കളും അത് സമാനമായ രീതിയിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിയുള്ള ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ സർവകലാശാലകൾക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതും പ്രധാനമന്ത്രി പറയുന്നു. എന്തായാലും ആ രീതിയിൽ സ്റ്റാലിന് പറയാതെ തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ പറഞ്ഞ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ദ്രാവിഡ മോഡൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അതിനേക്കാളൊക്കെ ഉപരിയായി വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ശരി, രാജ്യത്തിന്റെ പുരോഗതിയിലാണെങ്കിലും ശരി, രാജ്യവും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സമാനമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു മറുപടിയും എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വേദിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇനിയും അടുത്ത പരിപാടികൾ കൂടിയുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഇനി 1-2 പരിപാടികൾ കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ തമിഴ്നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കാരണം അണ്ണാ-DMK സമാനമായ രീതിയിൽ ഇപ്പോൾ BJP NDA വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. DMDK വിജയകുമാർ അന്തരിച്ചതോടുകൂടി DMDK പാർട്ടി ഇനി ഏത് രീതിയിൽ, BJPയുടെ സഖ്യകക്ഷി ആയിരുന്നു മുമ്പ് DMDK. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടി എന്തായാലും ഇദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് സർവകലാശാല ബിരുദദാന ചടങ്ങ് നടന്നു. മറ്റൊന്ന് ഈ തൃച്ചിയിലെ വിമാനത്താവള ടെർമിനലിന്റെ ഒരു ഉദ്ഘാടന പരിപാടി കൂടിയുണ്ട്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിക്കുകയും ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായ ചർച്ചകൾ കൂടി കാര്യമായി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.